റീഡിംഗ് മൊഡ്യൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് മാച്ച് ദ ഹെഡിങ് ക്വസ്റ്റ്യൻസ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും എപ്പോഴും പറയാറുള്ളതാണ് അത് ഭയങ്കര ടഫാണ്, ചെയ്യാൻ പാടാണെന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാച്ച് ദ ഹെഡിങ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. മാച്ച് ദ ഹെഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു 8 to 12 പാരഗ്രാഫ്സ് ഉണ്ടാകും അല്ലേ. ആ പാരഗ്രാഫ്സിന് ഓരോ പാരഗ്രാഫിനും ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ് മാച്ച് ദ ഹെഡിങ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരുന്ന ടാസ്ക്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐഡിയാസും സപ്പോർട്ടിംഗ് പോയിന്റ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്തിന് ഹെഡിങ് കൊടുത്താലും അതിലെ മെയിൻ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെ ഹെഡിങ് കൊടുക്കുന്നത്. സോ ഇവിടെയും ആ ഒരു പാരഗ്രാഫിൽ എന്ത് കാര്യമാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അതിലെ മെയിൻ ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഹെഡിങ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർഡറിലായിട്ടായിരിക്കില്ല നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസും നമ്മുടെ പാരഗ്രാഫും ഒരേ ഓർഡറിലായിരിക്കത്തില്ല. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ റാൻഡം ആയിട്ടായിരിക്കും ചൂസ് ചെയ്യേണ്ടി വരിക. അതേപോലെ തന്നെയാണ് ആ ഒരു പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് സെൻറ്റൻസും നമ്മൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത്. ആ 2 സെൻറ്റൻസസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കുക, അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അതിനർത്ഥം ഇടയ്ക്കത്തെ സെൻറ്റൻസസിനെ വിട്ട് കളയണമെന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.